ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂ SCERT 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ്, അതിലെ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പണവും സമ്പദ് വ്യവസ്ഥയും. നമുക്കറിയാം, ദിവസം തോറും നമുക്ക് ദിനം പ്രതി ട്രാൻസാക്ഷൻസ്, പല രീതിയിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. വ്യക്തികൾ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എത്ര കൈമാറ്റങ്ങളാണ് ദിനം പ്രതി നടക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യക്തികൾ, ഉൽപാദന യൂണിറ്റുകൾ എന്നിവ തമ്മിൽ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇത്തരം കൈമാറ്റം ആയതെന്തുകൊണ്ടാണ്? പണത്തിൻ്റെ ആവിർഭാവത്തോടെയാണ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണമെന്ന് വിളിക്കാം. സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും വിശേഷീകരണം അഥവാ സ്പെഷ്യലൈസേഷൻ സാധ്യമാക്കിയതും പണമാണ്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണമായി കണക്കാക്കാം. സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും വിശേഷീകരണം അഥവാ സ്പെഷ്യലൈസേഷൻ സാധ്യമാക്കിയതും പണമാണ്. ഉദാഹരണത്തിന്, റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവരുടെ ഉൽപ്പന്നമായ റബ്ബർ പണരൂപത്തിൽ മാറ്റാൻ കഴിയുന്നതു കൊണ്ടും ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്നതും കൊണ്ടാണ്. പണത്തിൻ്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പണമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഉപഭോക്താക്കൾ, ഉൽപ്പാദകർ, വിതരണക്കാർ എന്നീ തലങ്ങളിൽ പണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ്. പണത്തിൻ്റെ ധർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് പരിശോധിക്കാം. പണം സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ ഇടപെടൽ നടത്തുമെന്നാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. എന്താണ് പറയുന്നത്? അമ്മ തന്ന പണം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരന് ഒരു ജന്മദിന സമ്മാനം വാങ്ങി. അച്ഛാ, ഞാൻ ഇന്ന് വാങ്ങിയ പേനയുടെ വില 10 രൂപയും പെൻസിലിൻ്റെ വില 7 രൂപയുമാണ്. നുമിയുടെ അച്ഛൻ സ്ഥലം വിറ്റുകിട്ടിയ പണം അവളുടെ ഉപരിപഠനത്തിനായി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ കൊടുത്ത നെല്ലിൻ്റെ പണം അടുത്ത ആഴ്ച തരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. ഇതെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. പക്ഷേ ഇതിലെല്ലാം കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്താണ്? പണമാണ്. പണം പല രീതിയിൽ കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും സമ്പാദ്യം, ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ച് വയ്ക്കുന്നതിനും വായ്പ നൽകുന്നതിനും കടം വാങ്ങുന്നതിനും എല്ലാം പണം സഹായിക്കുന്നു. പണത്തിൻ്റെ പൊതുവായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിനിമയ ഉപാധി. സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും. ഉദാഹരണത്തിന്, അധ്വാനം പ്രദാനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം പണരൂപത്തിൽ വാങ്ങുവാനും അതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിൽ പണത്തിന് നല്ലൊരു പങ്ക് നിർവഹിക്കുന്നുണ്ട്. മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമാണ്. ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റൊരു വസ്തുവിൻ്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല. പണം 2 വസ്തുക്കളുടെ മൂല്യങ്ങളുടെ താരതമ്യം എളുപ്പമാക്കി. വസ്തുവിൻ്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ്. വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിൻ്റെ മൂല്യം മറ്റു വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ്. പണത്തിൻ്റെ മൂല്യം എന്നത് അതിൻ്റെ വാങ്ങൽ ശേഷിയാണ്. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുകയും വില കുറയുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടുകയും ചെയ്യും. അതായത് വില കുറയുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടുകയും വില കൂടുമ്പോൾ വാങ്ങൽ ശേഷി കുറയുകയും ചെയ്യുന്നു.
പണത്തിൻ്റെ ക്രയശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പമോ പണച്ചുരുക്കമോ ഉണ്ടാകുമ്പോഴാണ്. ശേഖര ഉപാധി. പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാൻ കഴിയുമെന്നായി. ബാർട്ടർ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. ഇതിലൂടെ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം പണരൂപത്തിലേക്കോ ആസ്തിയിലേക്കോ മാറ്റി ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. ആധുനിക കാലത്ത് പല വ്യാപാരങ്ങളും നടക്കുന്നത് പണമിടപാട് തീർക്കുന്നതിനുള്ള സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. നിലവിലെ സാധന സേവന കൈമാറ്റങ്ങളുടെ പണമിടപാടുകൾ പിന്നീട് തീർക്കാമെന്നത് പൊതുവെ ഉപഭോക്താക്കളും വിൽപ്പനക്കാരും അംഗീകരിക്കാറുണ്ട്. വായ്പ കൊടുക്കുന്നതിൻ്റെയും വായ്പ വാങ്ങുന്നതിൻ്റെയും മൂല്യം പണത്തിൽ അളക്കുന്നത് സാധ്യമാണ്. ഇത് ഹ്രസ്വകാല ദീർഘകാല വ്യാപാര ഇടപാടുകൾ ഏറെ സഹായകമാകുന്നു. പണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പൊതുവെ അംഗീകരിക്കപ്പെടുക സ്വീകരിക്കപ്പെടുക എന്നതാണ് പണത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത. പിന്നെ പൊതുവെ സ്വീകാര്യമാണ്, ഈട് നിൽക്കുന്നതാണ്. പണം സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ്. ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും പണമാണ്. ഇത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനമാണല്ലോ നെല്ലുൽപാദനം. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് രാസവളങ്ങൾ, വിത്തിനങ്ങൾ, കീടനാശിനികൾ, യന്ത്ര സാമഗ്രികൾ, തൊഴിലാളികൾ എന്നിവയെല്ലാം ആവശ്യമായി വന്നേക്കാം. കർഷകർ വളം, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്കായി പണം ചിലവഴിക്കുമ്പോൾ അത് വ്യാവസായിക മേഖലയിലെ ഉൽപ്പാദകരുടെ വരുമാന മാർഗമായി തീരുന്നു. ഉൽപ്പാദിപ്പിച്ച നെല്ല് വിപണിയിലെത്തിയാൽ ഗതാഗത സൗകര്യത്തെ ആശ്രയിക്കുമ്പോൾ അത് സേവനദാതാക്കളുടെ വരുമാന മാർഗമായി തീരുന്നു. വ്യാവസായിക മേഖലയ്ക്കും സേവന മേഖലയ്ക്കും വരുമാനമായി ലഭിച്ച പണം വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്ന ഓരോ കറൻസിയും വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ക്രയവിക്രയങ്ങളും വർദ്ധിക്കുന്നു. എൻ്റെ സഞ്ചാരപഥം. ഞാനൊരു 100 രൂപ നോട്ടാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു വിദ്യാർത്ഥി എന്നെ ഒരു കടയിൽ കൊടുത്ത് 50 രൂപ വിലയുള്ള 2 നോട്ടുകൾ വാങ്ങി. വൈകുന്നേരം 5 മണിക്കുള്ളിൽ എൻ്റെ മൂല്യം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയ എത്രമാത്രം കൈമാറ്റങ്ങൾക്ക് ഞാൻ വിധേയമായെന്ന് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി എൻ്റെ സഞ്ചാരപഥം പൂർത്തിയാക്കൂ. പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം, അതായത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്നറിയപ്പെടുന്നു. പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കൂടുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനെയും പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കുറയുന്നത് സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. വളർച്ചാ നിരക്ക് കൂടിയ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യമുള്ളപ്പോൾ, വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും കുറച്ച് പണം മാത്രമേ ചെലവഴിക്കാൻ സാഹചര്യമുണ്ടാവുകയുള്ളൂ. പണമിടപാടുകൾ സുഗമമാക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ബാങ്കിംഗ് സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനം നമുക്ക് പരിചയപ്പെടാം. പണവും കേന്ദ്ര ബാങ്കും. നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം ഏതാണ്? ഈ പണത്തിൻ്റെ എല്ലാം അധികാരി ആരായിരിക്കും? ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകൾ ഉണ്ടായിരിക്കും. ഈ പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരിയാണ് കേന്ദ്ര ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI. റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കും. 1934 റിസർവ് ബാങ്ക് ഓഫ്
ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായതാണ് നമ്മുടെ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. 1937 മുംബൈയിലേക്ക് ഇത് മാറ്റി, ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. അപ്പോൾ 34 നിയമം 35 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. RBI കൊൽക്കത്തയിലായിരുന്നു ആദ്യം, പിന്നെ അതിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി? 1937 മുംബൈയിലേക്ക് മാറ്റി. കൂടാതെ 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ്. എന്തൊക്കെയാണ് നമുക്ക് ധർമ്മങ്ങളെന്ന് നോക്കാം. റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കറൻസി അച്ചടിച്ചിറക്കുന്നു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയമാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉറപ്പുവരുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളും നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള നാസിക് അഥവാ നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്. ദേവാസ് മധ്യപ്രദേശിലെ ദേവാസ്. നാസിക്, ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് അഥവാ BRBNML മൈസൂർ, കർണാടകയിലെ മൈസൂറിലെ സാൽബോണി, പശ്ചിമ ബംഗാളിലെ സാൽബോണി എന്നിവിടങ്ങളിലുമാണ് ഉള്ള പ്രസ്സിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. ഇവിടൊക്കെയാണ് മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, പിന്നെ പശ്ചിമ ബംഗാളിലെ സാൽബോണി, പിന്നെ മൈസൂർ, കർണാടകയിലെ മൈസൂർ എന്നിവിടങ്ങളിൽ. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിൻറ്റുകളിലുമാണ്. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെൻറ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇത് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നു. 2016 നവംബർ 8 ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയത്. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുന്നതാണ് ഉദ്ദേശം. അന്നുവരെ നിലവിലുണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അടിച്ചിറക്കി. പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും ഡിക്ലറേഷനോടുകൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരമുണ്ടായിരുന്നു. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ആപത്ത് ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പം എന്താണ്? ആപത്ത് ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കാൻ സഹായിക്കുക എന്നിവയെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. അപ്പോൾ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. അടുത്ത എന്താണ്? പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നു. സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കുറയുകയും പണത്തിൻ്റെ ലഭ്യത കൂടുകയും ചെയ്യുമ്പം ഉണ്ടാകുന്നത്? പണപ്പെരുപ്പം ഉണ്ടാകും. ഇനി ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ MOSP കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് തയ്യാറാക്കുന്നത്.
രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആര്? 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിൻ്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു. രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കുകയായിരുന്നു ഉദ്ദേശം. 1906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുകയും സാമ്പത്തിക വളർച്ച, ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമുള്ള പണത്തിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കില്ലേ അത്? അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തമുള്ള പണത്തിന്റെ അളവെന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ളതുമായ പണവും ചേർന്നതായിരിക്കും. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ കാണുന്നത് M1, M2, M3, M4 എന്നീ രൂപങ്ങളിലാണ്. അവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. M1 എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും, അതാണ് M1 എന്ന് പറയുന്നത്. ഇനി M2 എന്ന് പറയുന്നത് ഈ M1ഉം അധികം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും കൂടെ ചേരുന്നതാണ് M2. M3 എന്ന് പറയുന്നത് M1ഉം വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപവും. ഇനി M4 എന്ന് പറയുന്നത് M3 പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്ത നിക്ഷേപം അഥവാ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ള. ഇതിൽ M1, M2 എന്നത് ഇടുങ്ങിയ പണമെന്നും നാരോ മണി എന്നും M3, M4 എന്നിവ വിശാലമായ പണം അഥവാ ബ്രോഡ് മണി എന്നും അറിയപ്പെടുന്നു. M1, M2 നാരോ മണിയും M3, M4 എന്താണ്? ബ്രോഡ് മണിയുമാണ്. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രധാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു. വായ്പാ നിയന്ത്രണ ഉപാധികൾ എന്താണ്? അളവുപരമായ ഉപാധികളും ഗുണപരമായ ഉപാധികളും. അളവുപരമായ ഉപാധികൾ എന്താണ്? ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ഇനി ഗുണപരമായ ഉപാധികൾ മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ. ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകൾ. എന്താണ് റിപ്പോ നിരക്ക്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പകൾ എടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിൽ നൽകുന്ന പലിശയാണ്. അപ്പം തിരിച്ചങ്ങോട്ട് നൽകുന്ന പലിശയ്ക്കാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ RBI വർധനവ് വരുത്തുന്നു. RBI നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നു. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു. കാരണം റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു. അതുമൂലം സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്ന പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായി പണം നീക്കിവെക്കും. കാരണം
നിക്ഷേപം വേണ്ടെന്ന് വയ്ക്കുന്നത് വഴി ലഭിക്കുന്ന പ്രതിഫലം കൂടുതലാണ്. പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്ന് റിസർവ് ബാങ്കിലേക്കും എത്തുന്നു. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നു. നമുക്ക് 2022 റിവേഴ്സ് റിപ്പോ നിരക്കുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 4.90 ഡിസംബറിലായപ്പോൾ 6.25%. 2023 സെപ്റ്റംബറിൽ 6.50. കരുതൽ ധന അനുപാതത്തിൽ, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട്. ഈ കരുതൽ, അതായത് CRRൽ മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിലെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട്. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണ് ഈ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. കരുതൽ ധന അനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത ഉയരുന്നു. എന്നാൽ കരുതൽ ധന അനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയും. ഇത് വായ്പ ലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കൂടാതെ ഗവൺമെന്റിന്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്കാണ്. എന്താണ് ധനനയം, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി എന്തൊക്കെയാണെന്ന് നോക്കാം. നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി. നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ പറ്റിയുള്ള നയമാണ്. ഇനി മോണിറ്ററി പോളിസി എന്താണ്? പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിന്റെ എല്ലാം കാവൽക്കാരൻ ആരാണ്? RBI ആണ്. റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റേഷൻ തുടങ്ങിയ വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മോണിറ്ററി പോളിസി റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, ബുള്ളറ്റിൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഇനി ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളെ പൊതുവെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ 2 ഗണത്തിൽ ഉൾപ്പെടുത്താം. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിശ്ചിതമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ്. കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. ഇനി വാണിജ്യ ബാങ്കുകൾ എന്താണ്? ബാങ്കിംഗ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതി ഉള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. 1990കളിലെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. ആക്സിസ് ബാങ്ക്, മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് തുടങ്ങിയവയെല്ലാം ഈ ന്യൂ ജനറേഷൻ ബാങ്കിന് എക്സാമ്പിളാണ്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകൾ
പരിചയപ്പെടാം. സമ്പാദ്യ നിക്ഷേപം. വ്യക്തികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് ഈ സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവകാശമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാമെന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട്. ഇനി കറണ്ട് നിക്ഷേപം. ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല. ഈ അക്കൗണ്ടിൽ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർഡ്രാഫ്റ്റ്. ടേം ഡിപ്പോസിറ്റ്. സ്ഥിര നിക്ഷേപ അക്കൗണ്ട്. പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് ഇതെന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുമ്പ് ഈ നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. നിക്ഷേപങ്ങളുടെ പലിശ മുതലിനോടൊപ്പം നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവിലോ പിൻവലിക്കാവുന്നതാണ്. ഇനി ആവർത്തിത നിക്ഷേപങ്ങൾ. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാൾ കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും. കാലാവധിയുടെ അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. അനുവും 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. അനുവിന് സംസ്ഥാന തല പ്രസംഗ മത്സരത്തിന് സമ്മാനമായി 25,000 രൂപ ലഭിച്ചു. മനുവിന് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നാഷണൽ മെറിറ്റ് കം മീറ്റ് സ്കോളർഷിപ്പായി ഓരോ വർഷവും 12,000 രൂപയും ലഭിക്കുന്നുണ്ട്. രണ്ടുപേരും ഈ പണം ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനുവിനും മനുവിനും ഏതു തരം ബാങ്ക് അക്കൗണ്ടുകളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? വായ്പ നൽകൽ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ്. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട്. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുണ്ട്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിൽ പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത്. നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത്. ഇത് സ്പ്രെഡ് എന്നറിയപ്പെടുന്നു. എന്താണ് സ്പ്രെഡ്? നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ബാങ്കുകൾ വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുന്നത്. സ്വർണം, സ്ഥലത്തിൻ്റെ രേഖകൾ, ശമ്പള സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട്. മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യുക. പൊതുജനങ്ങൾക്കായി വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസുകൾ, ലോക്കർ സൗകര്യം എന്നിവയൊക്കെ. പലതരം വായ്പകൾ തന്നെ. ഭവന വായ്പ, കാർഷിക വായ്പ, വ്യക്തിഗത വായ്പയൊക്കെ തരാറുണ്ട്. ബാങ്കുകളും സാങ്കേതിക വിദ്യയും. മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നു. ബാങ്ക് ഇടപാടുകൾ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ്. നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തിലെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുവാനും സാങ്കേതിക വിദ്യ സഹായകരമായി.
സഹായകരമാണ്. സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിംഗ് മേഖലയിലുണ്ടായ ചില പണമിടപാട് സംവിധാനങ്ങൾ പരിചയപ്പെടാം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അഥവാ NEFT. അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണിത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് IFSC ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് RTGS എന്താണ്? അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന സംവിധാനമാണ് RTGS എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കോർ ബാങ്കിങ് എന്താണ്? ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ്. ഇടപാടുകൾ നടത്തുന്നതിന് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. ഇത് ഇടപാടുകാർക്ക് ഏറെ സൗകര്യമാണ്. ഇനി യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI. ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ, ഭീം UPI, ആമസോൺ പേ എന്നിവ ചില UPI ആപ്ലിക്കേഷനുകളാണ്. സൈബർ സാങ്കേതികവിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇനി ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവ. ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇൻഷുറൻസ് കമ്പനികൾ ഉദാഹരണം LIC, GIC. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ അതിന് എക്സാമ്പിളാണ് KSFE എന്നിവയെല്ലാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. KSFE എന്താണ്? കേരളത്തിലെ ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE. കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി 1969 സ്ഥാപിതമായി. സ്വർണ്ണപ്പണയം, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, മൈക്രോ ഫിനാൻസ്, ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ KSFE ശാഖകളിലൂടെ നൽകി വരുന്നു. വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ KSFEയുടെ സാന്നിധ്യം ശക്തമാണ്. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി വായ്പയെ കണക്കാക്കാം. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ. സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനങ്ങളാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. ഇവ രണ്ടിൻ്റെയും പരസ്പര സഹവർത്തിത്വവും പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വായ്പാ സ്രോതസ്സുകൾ നോക്കാം. ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ. അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ പ്രാദേശിക പണമിടപാടുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, മറ്റു മാർഗങ്ങൾ. അതാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സ്.
കേരളത്തിലെ വിവിധ കാലയളവുകളിലെ വായ്പകളുടെ ഉറവിടങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. 2019 മുതൽ 2021 വരെയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വായ്പാ നിക്ഷേപ അനുപാതം. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് CDR. ഇതിനെ മേൽനോട്ടം വഹിക്കുന്ന RBI ആണ്. ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ്. എന്നാൽ കുറഞ്ഞ വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് എന്താണ്? നിക്ഷേപം കുറച്ചു ഭാഗം മാത്രം വായ്പയായി നൽകി എന്നുള്ളതാണ്. ഇനി സാമ്പത്തിക ഉൾച്ചേർക്കൽ. പണത്തിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഇതിന് രാജ്യം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ അഥവാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവ ത്വരിതപ്പെടുന്നത്. ഇതിനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് ദേശസാൽക്കരണം. ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു. എന്നൊക്കെയാണ് 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമീണ മേഖലയിലെ ബാങ്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക, വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക, സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക. സഹകരണ ബാങ്കിംഗ് സംവിധാനങ്ങൾ. ഗ്രാമീണർ, സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിംഗ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പകൾ നൽകുക. ഇനി കേരള ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയമത്തിലൂടെയാണ്. 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ്. 1915 1916 ജനുവരി 18 ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി. 1966 ജൂലൈ റിസർവ് ബാങ്ക് ഓഫ് ആക്ട് 1934 ആക്ട് പ്രകാരമുള്ള രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടു. 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കേരള ബാങ്ക് 823 ശാഖകളുമായി കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ, സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിന്റെ ലക്ഷ്യങ്ങളാണ്. ബാങ്കിന്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെന്റിനും 30% ജില്ലാ സഹകരണ ബാങ്കിനും 30% മറ്റുള്ളവർക്കുമാണ്. നിരവധി ബാങ്കിംഗ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, വായ്പ നൽകൽ, മറ്റ് പണമിടപാടുകൾ നടത്തൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. കേരളത്തിലുടനീളമുള്ള ATM സർവീസുകൾ, ആധുനിക ബാങ്കിംഗ് സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട
അനുഭവവും മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു. ഇനി മൈക്രോ ഫിനാൻസ്. പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. 1983 ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. അയൽക്കൂട്ടം, സ്വയം സഹായ സംഘങ്ങൾ, അതായത് NHGS, SHGS എന്നിവ വഴി ലഘു നിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം ബാങ്കുകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. രാജ്യത്തെ എല്ലാവരെയും ബാങ്കിംഗ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 0 മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ്. താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യം വയ്ക്കുന്നു. അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകൾക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക്, ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം, വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്രിയമാക്കുന്നതിൽ പണം പ്രധാന പങ്ക് വഹിക്കുന്നു. പണം ഡിജിറ്റൽ രൂപത്തിൽ എത്തിയതോടുകൂടി ക്രയവിക്രയങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു. മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള കറൻസികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉപഭോഗത്തിനായി വിപണിയിൽ ചെലവഴിക്കപ്പെടുന്ന പണം നേരിട്ട് ഉൽപ്പാദകരിലും വിതരണക്കാരിലും എത്തുമ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവയ്ക്കപ്പെട്ട പണം വായ്പകളായി സംരംഭകരിലേക്ക് എത്തിക്കുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ്. പണത്തിൻ്റെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഗണ്യമായ പങ്ക് വഹിക്കുന്നു. സാങ്കേതികവിദ്യയുടെ വ്യാപനവും ഉപയോഗവും പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ബാങ്കിംഗ് സൗകര്യം നിലവിലില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉള്ളവരെയും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്രയായിരുന്നു ചാപ്റ്റർ. നന്നായി പഠിക്കുക. താങ്ക് യു.